ഈ ദുനിയാവിന്റെ തനിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരായി നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജിന്നവർഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ആ ഏകനായ അള്ളയുണ്ടല്ലോ, സിട്ടാവായ അള്ളയുണ്ടല്ലോ, ആ അള്ളാനെ ആരാധിക്കാനാണ്, ആ അള്ളാനെ അറിയാനാ, ആ അള്ളാനെ അറിയാനാ, ആ അള്ളാനെ അറിയാനാണ്, അവനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹ് പടച്ചുറബേ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും തന്റെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹനെ മറന്നു പോകുന്നു, അല്ലാഹനെ മറന്നു പോകുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹ് തന്നെ പറയുകയാ, മാ ഉരീദു മിർ റിസ്ഖി വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഈ ദുനിയാവിന്റെ തൊലിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ഭക്ഷണവും തരണ്ട, ഞാൻ നിങ്ങൾക്ക് എല്ലാം തരുമല്ലോ, ഞാൻ നിങ്ങൾക്ക് എല്ലാം തരുമല്ലോ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്താൽ മാത്രം മതിയല്ലോ. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് രണ്ട് ചുണ്ട് തന്നില്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹ് പടച്ച റബ്ബേ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള രണ്ട് നല്ല വഴികൾ ഞാൻ തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഏതും നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ശരീരത്തിലേക്കൊന്ന് ആയത്തിൽ ഇറങ്ങി നോക്കണേ ഉമ്മ. നമ്മുടെ ശരീരത്തിൽ അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ പടച്ച റബ്ബ് നമുക്ക് തന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ, അതെല്ലാം എന്നോട് എടുത്തു നോക്കിയാൽ അല്ലാഹ് നമ്മൾക്ക് പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളോ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? നമ്മളെ കൊണ്ട് കഴിയുമോ? അത്രത്തോളമാ പടച്ച റബ്ബ് നമുക്ക് സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളതോ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ആരോഗ്യങ്ങൾ തന്നിട്ടുള്ളതോ. റബ്ബേ, ഇന്ന് നമ്മുടെ അങ്ങാടികളിലേക്കൊന്ന് ചിന്തിച്ചാൽ, നമ്മളൊക്കെ ബസ് സ്റ്റോപ്പുകളിലൂടെ നിൽക്കുമ്പോ, അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോ, റബ്ബേ കൈകാലുകളില്ലാതെ, അല്ലാഹുവേ സംസാര ശേഷിയില്ലാതെ, കണ്ണ് കാണാത്ത ആളുകളോ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഉമ്മ? അവരൊക്കെ നമ്മുടെ മുമ്പിൽ കിടന്നിട്ട് യാചിക്കുന്നത് കണ്ടിട്ടില്ലേ ഉമ്മ? ആ അവസ്ഥയൊന്നും അല്ലാഹ് നമുക്ക് തന്നിട്ടില്ലല്ലോ, ആ അവസ്ഥയൊന്നും അല്ലാഹു നമുക്ക് തന്നിട്ടില്ലല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട്, ഒരുപാട് ആരോഗ്യം തന്നിട്ട്, ഒരുപാട് റബ്ബേ സമ്പത്ത് തന്നിട്ട്, ഒരുപാട് സൗന്ദര്യം തന്നിട്ട്, എല്ലാം അല്ലാഹു നമുക്ക് വാരിക്കോരി തന്നതാ. എന്നിട്ടും അല്ലാഹനെ ഒന്ന് ഒരു നിമിഷത്തേക്കൊന്ന് ഓർത്തിരിക്കാൻ, അവനിക്ക് വേണ്ടി കൃത്യമായിട്ട് 5 സമയത്ത് അല്ലാഹുവേ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഒന്ന് നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ ചെറുപ്പക്കാരാ? നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? റബ്ബേ, നമ്മളെങ്ങാനും ആ റബ്ബിന് വേണ്ടിയിട്ടൊരു നേരത്തെ മാറ്റിവെക്കാൻ അല്ലാഹുവേ നമ്മുടെ ജോലി തിരക്കുകളും നമ്മുടെ കാര്യങ്ങളും നമ്മെ അനുവദിക്കുന്നുണ്ടോ? എടാ, നമ്മൾക്ക് സമയമുണ്ടാകുമ്പോ നമസ്കരിക്കാനുള്ളതല്ല നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറഞ്ഞ നമ്മൾ സമയമുണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണല്ലോ. മാത്രമല്ല ദിക്റുകളും സ്വലാത്തുകളും നമുക്ക് സമയമുണ്ടാകുമ്പോ ചെയ്യാനുള്ളതല്ല, നമുക്ക് തോന്നുമ്പോ ചെയ്യാനുള്ളതല്ല. എപ്പോഴാണോ നമുക്ക് സമയം ലഭിക്കുന്നത്, എപ്പോഴാണോ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നത്, അപ്പൊ ചെയ്യലല്ല. റബ്ബേ, ജോലി തിരക്കിന്റെ ഇടയിലും അതിന് സമയം കണ്ടെത്താൻ, അതിന് നേരം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയണല്ലോ. റബ്ബേ, ഇന്ന് എത്രയോ ആളുകളോട് ചോദിച്ചാ, മോനെ നീ നമസ്കരിച്ചിട്ടുണ്ടോ?
എന്ന് ചോദിച്ചാൽ അവര് പറയുമല്ലോ ഉസ്താദേ ജോലിയാണ് ജോലിയാണ് ജോലി തിരക്കാണ്, അതുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളാ. വേണ്ട മോനെ, വേണ്ട ചെറുപ്പക്കാരാ, നമുക്ക് അല്ലാഹുവല്ലേ ജോലി തന്നത്, നമുക്ക് അല്ലാഹുവല്ലേ തിരക്ക് തന്നത്. ഇതെല്ലാം അല്ലാഹ് നമുക്ക് തന്നിട്ട് റബ്ബേ ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണല്ലോ. പക്ഷേ ഇതെല്ലാം തന്ന യജമാനനായ അല്ലാഹുവിനെ ഒരു നിമിഷത്തേക്ക് ഓർക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലോ, നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലോ നമ്മളാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവര്, നമ്മളാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവര്. അതുകൊണ്ട് അല്ലാഹ്, ആ ഏകനായ അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹുവിനെ ഓർക്കുന്ന നല്ല മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. അല്ലാഹ് പഠിച്ച റബ്ബേ, ദുനിയാവിന്റെ തൊലിക്ക് പുറകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമ്മോട് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ ഫസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഞാൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ടല്ലോ. വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അല്ലാഹ് പഠിച്ച റബ്ബേ, അല്ലാഹു എല്ലാം നമുക്ക് തന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ധാരാളം നിങ്ങൾ ദിക്ർ ചൊല്ലണേ, എനിക്ക് വേണ്ടിയിട്ട് ധാരാളം നിങ്ങൾ ദിക്ർ ചൊല്ലണേ. അല്ലാഹ് പഠിച്ച റബ്ബേ, ഇതിന്റെ നിജപ്പെടുത്തിയ കണക്കില്ലടാ, ഇന്ന കണക്കെന്നില്ലല്ലോ. അല്ലാഹ് എത്രത്തോളം നമ്മളെ കൊണ്ട് ദിക്റുകൾ ചൊല്ലാൻ പറ്റുമോ, എത്രത്തോളം സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റുമോ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പതിവാക്കണേ. അല്ലാഹുവേ പഠിച്ച റബ്ബേ, ആ അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹ് നമ്മോട് ഏറ്റവും കൂടുതൽ അടുത്തവരാണടാ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിന്റെ കണ്ടനാടിയേക്കാൾ ആ പഠിച്ച റബ്ബ് നമ്മോട് അടുത്തവനെന്ന് അല്ലാഹ് തന്നെ പറയുകയാണ്. അല്ലാഹ് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുണ്ടല്ലോ, നമ്മൾ പാതിരാ സമയമായിട്ടോ അല്ലാഹ് ഭക്ഷണം കഴിച്ച് നമ്മൾ കിടപ്പറയിലേക്ക് കടന്നു വരുമ്പോ നമുക്കുണ്ടാകുന്ന ഓരോ അസ്വസ്ഥകള്, നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് അല്ലാഹുവേ മക്കളുണ്ട്, തന്റെ വീടിന്റെ അടുത്ത റൂമിൽ തന്നെ അല്ലാഹ് നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ബാപ്പയും അമ്മയും കിടന്നുറങ്ങുന്നുണ്ടല്ലോ. അവരെല്ലാം നമ്മുടെ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ആരാ നമ്മളെ നിരീക്ഷിക്കുന്നവനാരാ, നമ്മുടെ കാര്യങ്ങളെ ചലിപ്പിക്കുന്നതാരാ? അത് ഏകനായ അല്ലാഹ്, അത് ഏകനായ അല്ലാഹ്. റബ്ബേ, നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, നമുക്കൊന്ന് സംഭവിച്ചാൽ അല്ലാഹ് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഭാര്യ പോലും നമ്മുടെ കഥകൾ അറിയുന്നില്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് പോലും നമ്മുടെ കാര്യങ്ങൾ അറിയുന്നില്ല. പിന്നെ ആരെയാ അറിയുന്നതെന്നറിയോ? അത് അല്ലാഹ്യാണടാ, അത് അല്ലാഹ്യാണടാ. അല്ലാഹുവേ പഠിച്ചോട്ടെ, എത്രയോ ആളുകളെ പറയാറുണ്ടല്ലോ, ഉസ്താദേ രാവിലെ എണീറ്റപ്പോ അല്ലാഹുവേ അവിടുന്ന് വിളിച്ചു നോക്കുമ്പോ എണീക്കുന്നില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അല്ലാഹ് പഠിച്ച റബ്ബേ, മലക്കുകൾ കടന്നു വന്നില്ലേ റബ്ബേ, നിന്റെ അവന്റെ റൂഹിനെ പിടിച്ചില്ലേ? ഇതെല്ലാം തന്റെ തൊട്ടടുത്ത് കിടക്കുന്നവരറിഞ്ഞിട്ടുണ്ടോ? അപ്പുറത്തെ റൂമിൽ കിടക്കുന്നവരറിഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് തന്റെ വീട്ടിലിരിക്കുന്ന ഉമ്മയും ബാപ്പയും അറിഞ്ഞിട്ടുണ്ടോ? തന്റെ കൂട്ടുകാരറിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇതെല്ലാം സംഭവിച്ചത്? ഒന്ന് ചിന്തിക്കണേ ഉമ്മ, ഒന്ന് ആലോചിക്കണേ വാപ്പാ. പഠിച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൂടെയുണ്ട്. നമ്മെ എപ്പോഴാണ് വിളിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്, ആ സമയത്ത് നമ്മുടെ അടുത്തേക്ക് ഓടി വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്.
നിന്റെ മനസ്സിനകത്തൊരു നെട്ടൽ വന്ന, നിന്റെ മനസ്സിനകത്തൊരു വേദന വന്ന, ഒന്ന് ആത്മാർത്ഥമായിട്ട് സിട്ടാവായ അല്ലാഹനെ ഒന്ന് വിളിക്കോ. ആ പടച്ച റബ്ബ് നമ്മെ കാത്തിരിക്കുകയോ, ആ പടച്ച റബ്ബ് നമ്മെ കാത്തിരിക്കുകയാ. നീ എന്നിലേക്കെങ്ങാനും നടന്നാണ് കടന്നു വരുന്നതെങ്കിലോ റബ്ബേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഓടി അടുക്കുമല്ലോ. ആ അടിമയായ മനുഷ്യന് ഓടി വരുമ്പോ അതിനേക്കാളും വേഗതയില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അടുക്കുമെന്ന് പടച്ച റബ്ബ് തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വരുന്ന വേദനയും നമുക്ക് വരുന്ന വിഷമവും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും ആ സിട്ടാവായ അല്ലാഹനെ നമ്മൾ അറിയണേ. അതിനാണടാ പടച്ച റബ്ബ് നമ്മെ എല്ലാ കാര്യങ്ങളും തന്നിട്ട് നമ്മെ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടത്, നമ്മുടെ കാര്യങ്ങൾ അല്ലാഹ് അന്വേഷിക്കുന്നത്. അല്ലാഹ് പടച്ച റബ്ബേ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് അല്ലാഹുവേ ഒരുപാട് അനുഗ്രഹങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ആ പടച്ച റബ്ബിനെ എങ്ങാനും മറന്നാൽ അവസാനമുണ്ടല്ലോ, അവസാന സമയത്ത് പടച്ച റബ്ബ് നമ്മൊരു പിടുത്തം പിടിക്കാനുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ കെഞ്ചുമല്ലോ, റബ്ബേ നീ ഞങ്ങൾക്കൊരവസരം തരുവോ അല്ലാഹ്, നീ ഞങ്ങളെ മടക്കി തരുവോ അല്ലാഹ്. പടച്ച റബ്ബേ, ഒരുപാട് നന്മകൾ ചെയ്യാം, നമസ്കരിക്കാം, നോമ്പെടുക്കാം, സ്വതക്ക കൊടുക്കാം, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്യാം. അല്ലാഹ് ഞങ്ങളെ ഒന്ന് മടക്കി തരുവോ അല്ലാഹ് എന്ന് അടിമ കെഞ്ചുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തുണ്ടല്ലോ പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കില്ല. അടിമ ആർത്തിട്ട് അട്ടഹസിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവോട് കെഞ്ചി ചോദിച്ചാൽ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പിടിക്കുന്ന അവസരമുണ്ടല്ലോ. ആ അവസരത്തില് റബ്ബേ, എത്ര നമ്മൾ വേദനയോട് കൂടിയിട്ട് നമ്മൾ പ്രയാസപ്പെട്ട് റബ്ബേ, നമ്മൾ വേദനകൾ സഹിച്ചിട്ട് അല്ലാഹുവോട് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ ആ സിട്ടാവായ അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹു നമ്മളെ കാണില്ലല്ലോ, ആ അല്ലാഹു നമ്മളെ കേൾക്കില്ലല്ലോ. നമുക്ക് ഇതുവരെ തന്നിരുന്ന സമയമുണ്ടല്ലോ, ആ സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് കടന്നു വരുന്ന സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയം തന്നിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ, പിന്നെയും അല്ലാഹ് ആ അല്ലാഹനെ മറക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. ആ സമയം കടന്നു വരുമെന്ന് നമുക്ക് ഓർമ്മ വേണമല്ലോ. ആ ഒരു സമയം കടന്നു വരുമെന്ന ഏറ്റവും വലിയൊരു ഓർമ്മയുണ്ടല്ലോ, ഒരു ബോധമുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ വേണേ. എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയുമ്മ, എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയോ, ജീവിതത്തിൽ നന്മകൾ കണ്ടെത്താൻ കഴിയോ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ലേ, ഒരുപാട് പാപത്തിന്റെ കരകൾ ഹൃദയാന്തരത്തിൽ കൊണ്ടു നടന്നിട്ടില്ലേ. ആ പാപത്തിന്റെ കരകളൊക്കെ ഹൃദയത്തിലൊന്ന് കഴുകണേ ഉമ്മ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്, അല്ലാഹ് പടച്ച റബ്ബേ, മറ്റുള്ളവരുടെ അധികാരത്തിന് കൈക്കടത്തിയത്, മറ്റുള്ളവരുടെ വെട്ടിപ്പിടിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അതെല്ലാം അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കണല്ലോ, അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കണല്ലോ. എന്നിട്ടോ അവിടെ ചെന്നിട്ട് പൊട്ടിക്കരയോ, അല്ലാഹുവോട് തൗബ ചോദിക്കോ, അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്യോ. എടാ, അടിമകളോട് ചെയ്ത തെറ്റുകളുണ്ടല്ലോ, അത് അടിമകളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ അല്ലാഹ് അവിടെ നിന്ന് പൊരുത്തപ്പെടിക്കണല്ലോ, അവിടെ നിന്ന് നമ്മൾ പൊരുത്തപ്പെടിക്കണല്ലോ. എന്നിട്ടോ റബ്ബേ, പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടൊന്ന് പൊട്ടിക്കരയാൻ നമുക്ക് മനസ്സ് വെക്കണേ വാപ്പാ, നമ്മൾ മനസ്സ് വെക്കണേ ഉമ്മ. ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു വരുമ്പോ ഒരാളെയും വിഷമിപ്പിക്കല്ലേ ഉമ്മ.
അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റബ്ബേ ഒരിക്കൽ ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിക്കുകയാ സ്വഹാബാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കയ്യിൽ മേടിച്ചിട്ട് കടന്നു പോകുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെയോ സ്വഹാബാ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറയുമ്പോ റബ്ബേ ഓരോ സ്വഹാബത്തും ആഗ്രഹിക്കുകയാ അല്ലാഹ് എന്നെ പറഞ്ഞെങ്കിലോ അല്ലാഹ് എന്നെ പറഞ്ഞെങ്കിലോ റബ്ബേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെയാണ് പറയുക ആ മജ്ലിസിൽ ഉമർ തങ്ങളുണ്ട് ഉസ്മാൻ തങ്ങളുണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട് റബ്ബേ ഒരുപാട് സ്വഹാബത്തുണ്ടല്ലോ എല്ലാവരും ആഗ്രഹിച്ചു പോയി മുത്തുനബി എന്നെയായിരിക്കും പറയുക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചൂണ്ടിയത് ആരെയാണെന്നറിയോ റബ്ബേ തന്റെ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനം മേടിച്ചു പോകുന്ന ഒരു സഹാബിയുണ്ട് അല്ലാഹ് ആ സഹാബിയെ ചൂണ്ടിയിട്ട് അവിടുന്ന് പറയുക ആ കാണുന്ന സഹാബിയുണ്ടല്ലോ അവരാ സ്വഹാബ അങ്ങനെ രണ്ടാമത്തെ ദിവസം കടന്നു വന്നു റബ്ബേ രണ്ടാമത്തെ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു സഹാബ ആ കാണുന്ന സഹാബി സ്വർഗ്ഗത്തിലാ സഹാബ വീണ്ടും അവിടുന്ന് 3 ദിവസമാ റസൂലുള്ളാഹി സഹാബത്തിനോട് ഇത് തന്നെ പറഞ്ഞത് സഹാബത്തിന് വല്ലാത്ത താല്പര്യമായി അല്ലാഹുവേ ആ സഹാബിയെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പഠിക്കണല്ലോ നബിയേ ആ സഹാബിയെ കുറിച്ച് ഇത്രയും ദുനിയാവിന്റെ തുരക്കമുകളിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസം സ്വർഗ്ഗത്തിലാ സ്വഹാബ എന്ന് പറയാനുള്ള കാരണം ഞങ്ങൾക്കൊന്നറിയണല്ലോ നബിയേ അവിടെ നിന്ന് അനുവാദം തരണം നബിയേ ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു യാ സ്വഹാബ നിങ്ങൾക്ക് അനുവാദമാ സ്വഹാബ റബ്ബേ ആ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി എന്ത് ചെയ്തെന്നറിയോ നേരെ കടന്നു ചെല്ലുകയാണ് റബ്ബേ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് എത്തുകയാ 3 ദിവസം അവിടെ അതിഥിയെ പോലെ നിൽക്കുകയാണ് 3ാമത്തെ ദിവസം അവിടെ നിന്ന് പറയുന്നു സ്വഹാബ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി കടന്നു വന്നത് മാത്രമല്ല ഞാൻ നിങ്ങളെ പരീക്ഷിക്കാനും കൂടെ കടന്നു വന്നതാ കാരണം എന്തെന്നറിയോ നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസം ഞങ്ങളോട് പരിചയപ്പെടുത്തി നിങ്ങൾ സ്വർഗ്ഗത്തിലാ സഹാബ എന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ് ഇത്രയും ദിവസം ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചപ്പോ കൂടുതലായിട്ട് അമലുകളൊന്നും ഞാൻ കണ്ടില്ല ഞങ്ങളെല്ലാവരും ചെയ്യുന്നതിനപ്പുറമായിട്ടുള്ള അമലുകളുണ്ടല്ലോ അതൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ സ്വഹാബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് അറിയിച്ചു തരുവോ എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്കും സ്വർഗം വേണ്ടേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കും നേടിയെടുക്കണ്ടേ ഉമ്മ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ ആ സ്വർഗം അല്ലാഹ് 100% നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ വാപ്പാ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പണിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഈ ദുനിയാവിന്റെ തുടിക്കുമുകളിൽ സംസാരിക്കേണ്ടത് സദഖ കൊടുക്കേണ്ടത് സകാത്ത് കൊടുക്കേണ്ടത് നിസ്കരിക്കേണ്ടതും നോമ്പെടുക്കേണ്ടതും എന്തിനെന്ന് ചോദിക്കുമ്പോ അല്ലാഹ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് സ്വർഗ്ഗത്തിനാ അല്ലാഹുവിന്റെ പരമോന്നതമായ പരിശുദ്ധ സ്വർഗ്ഗമുണ്ടല്ലോ
ആ പരിശുദ്ധമായ സ്വർഗം നമുക്ക് നേടിയെടുക്കാനാ ഇങ്ങനെയല്ലേ നമ്മുടെ ആഗ്രഹമുള്ളത്, ഇങ്ങനെയല്ലേ നമ്മുടെ ചിന്തയുള്ളത്. അല്ലാഹ് അതിന് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്നാൽ ആ പരിശുദ്ധമായ സ്വർഗം പ്രതീക്ഷിച്ചിട്ട് റബ്ബേ പാതിരാ സമയത്തിന്റെ ഉള്ളറയിൽ പോലും റബ്ബേ എണീറ്റുകൊണ്ട് എത്ര വലിയ തണുപ്പായാലും എത്ര വലിയ ചൂടായാലും എത്ര വലിയ രോഗമായാലും എത്ര വലിയ പ്രയാസങ്ങൾ കടന്നു വന്നാലും അല്ലാഹുവേ തന്റെ കിടപ്പറയിൽ നിന്ന് എണീറ്റിട്ട് അല്ലാഹുവേ എല്ലാവരും സുഖനിദ്രയിൽ കണ്ടുപോണ്ട് കിടന്നിറങ്ങുമ്പോ റബ്ബേ എണീറ്റ് വന്നുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗ്ഗത്തെ ചോദിക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തെ ചോദിക്കുന്ന വാപ്പ, ഇതൊന്ന് കേൾക്കണേ, ഇതൊന്ന് കേൾക്കണേ. നമ്മൾ എവിടേക്ക് നടക്കുമ്പോഴും നമ്മുടെ കയ്യിൽ തസ്ബീഹ് മാലയുണ്ടല്ലോ, ദിക്റുകളാണല്ലോ, സലാത്തുകളാണല്ലോ. റബ്ബേ ഇത് ചെല്ലുന്നത് എന്തിനാ? ഇത് നന്മകളെ കൊണ്ടല്ലേ, ഇത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നമുക്ക് കിട്ടാനല്ലേ. ഇൽമ കേൾക്കുന്നത് റബ്ബേ പരിശുദ്ധമായ മജ്‌ലിസുകളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തിനാ? ഇത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടല്ലേ, ഇത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടല്ലേ. ഈ ഇൽമ കേൾക്കുമ്പോ അറിവുകളുണ്ട് പറയുമ്പോ ഹൃദയത്തിൽ വരുന്ന നന്മകളുണ്ടല്ലോ, ആ നന്മകൾ വർദ്ധിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുമ്പില് അല്ലാഹുവേ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗ്ഗലോകം ലഭിക്കാൻ, ആ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ ഉള്ളറയിൽ കിടക്കാൻ ഇതല്ലേ ഉമ്മ നമ്മുടെ ആഗ്രഹമുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എത്ര നന്മകൾ ചെയ്താലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ പരമോന്നതമായ സ്വർഗ്ഗം നമുക്ക് നഷ്ടമാ. അവിടെ നിന്ന് പറയുകയാ, എനിക്ക് സ്വർഗ്ഗം ലഭിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബില്ലിസാനിഹി വയദിഹി. ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കാറുണ്ട് സഹാബ. എന്റെ കൈ കൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും വേദനിപ്പിക്കാറില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി പരിചയപ്പെടുത്തിയത് എന്താ? യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞത്, മറ്റൊരു മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ കൈ കൊണ്ട് അവന്റെ നാവ് കൊണ്ട് സുരക്ഷിതനായാൽ അവനാണ് യഥാർത്ഥ സ്വർഗീയ അവകാശി, അവനാണ് മുസ്ലിം എന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉമ്മ, എത്ര ദിക്റ് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വലാത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പാരായണം ചെയ്തിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ തെറി പറയുന്ന മനസ്സ് നമുക്കുണ്ടാകരുത്. റബ്ബേ തന്റെ അയൽവാസിയെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും കെട്ടിച്ചമച്ച് പറയുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. നമ്മുടെ കൂട്ടുകാരെ കുറിച്ചിട്ട്, നമ്മുടെ മക്കളെ കുറിച്ചിട്ട്, മരുമക്കളെ കുറിച്ചിട്ട് അല്ലാഹുവേ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞുണ്ടാകുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. അല്ലാഹ് നിങ്ങളെ കഷ്ടപ്പെടുത്തുമല്ലോ. എത്രയോ ഉമ്മമാരുണ്ടല്ലോ, റബ്ബേ തന്റെ മരുമക്കളെ ഏതോ അല്ലാഹുവേ തന്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിനെ എന്തൊക്കെയോ രൂപത്തിലാ കാണുന്നതെന്നറിയോ? റബ്ബേ ഒരു ശത്രുവിനെ പോലെ കാണുകയാണ്, അവളോട് ദേഷ്യമാണ്. അല്ലാഹുവേ അവളോട് അക്രമ സ്വഭാവം കാണിക്കുന്ന അമ്മായി അമ്മമാരുണ്ടല്ലോ, ഭർത്താവിന്റെ ഉമ്മമാരുണ്ടല്ലോ. റബ്ബേ സ്വന്തം മരുമക്കളെ കാണുന്നത്, സ്വന്തം മരുമക്കളെ കാണുന്നത് അത് സ്വന്തം മക്കളെ പോലെയാ വാപ്പാ, സ്വന്തം മക്കളെ പോലെയാ ഉമ്മ.
നിന്റെ മകന്റെ കൂടെ റബ്ബേ അവൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിജ്റ പോന്നവളാണിടാ. അല്ലാഹുവേ തന്റെ വീട്ടിലെ സൗകര്യങ്ങള്, തന്റെ ഉമ്മാന്റെ സ്നേഹം, തന്റെ പിതാവിന്റെ സ്നേഹം എല്ലാം ഒരു നിമിഷത്തേക്ക് മാറ്റി നിർത്തി വെച്ചിട്ട് ഒരു ഭർത്താവിന്റെ കൂടെ, എടാ നിന്റെ കൂടെ കടന്നു പോന്ന പെണ്ണല്ലേ, ആ പെണ്ണിനെ എങ്ങനെയാണെടാ നിനക്ക് വേദനിപ്പിക്കാൻ കഴിയുക, നിനക്ക് എങ്ങനെയാ വിഷമിപ്പിക്കാൻ കഴിയുക? റബ്ബേ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ് ഭർത്താവിന്റെ ക്രൂരമായ മർദ്ദനം കൊണ്ട് ഭാര്യ ആത്മഹത്യ ചെയ്തു, ഭർത്താവിന്റെ വീട്ടുകാരുടെ ക്രൂരമായ മർദ്ദനം കൊണ്ട് റബ്ബേ മരുമകൾ ആത്മഹത്യ ചെയ്തു. എത്ര വാർത്തകളാണ് നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ടത്, നമ്മുടെ ചെവി കൊണ്ട് കേട്ടത്. റബ്ബേ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു നിമിഷത്തേക്ക് നമ്മളൊന്ന് ചിന്തിക്കണേ. ഉമ്മാ, നമ്മുടെ വീട്ടിനകത്ത് കയറി വരുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ സ്വന്തത്തെ പോലെ കാണാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിലോ നിന്റെ ജീവിതം വല്ലാത്ത മോശമാണെന്ന് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ജീവിതം വല്ലാത്ത മോശമാണെന്ന് നീ മനസ്സിലാക്കണേ ഉമ്മാ. അതേപോലെ തന്നെ തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണെ, അല്ലാഹുവേ, ഉമ്മയെ പിരിപ്പിച്ചിട്ടോ ഭർത്താവും ഉമ്മയുമുള്ള സ്നേഹബന്ധങ്ങളെ തല്ലി തകർത്തിട്ടോ റബ്ബേ എത്രയോ സ്ത്രീകളുണ്ടല്ലോ, എത്രയോ മരുമക്കളുണ്ടല്ലോ, ഉമ്മയോട് മിണ്ടാൻ പാടില്ല റബ്ബേ. ഭർത്താവിന്റെ ബാപ്പയോടോ ഭർത്താവിന്റെ സഹോദരിമാരോടോ അവരോടൊന്നും മിണ്ടാൻ പാടില്ല. ഇങ്ങനെ ഡിമാൻഡ് വെക്കുന്ന എത്രയോ മരുമക്കളും ഉണ്ടല്ലോ. അതും വേണ്ട ഉമ്മ, അതും വേണ്ട പെണ്ണെ. നിന്റെ ജീവിതത്തിൽ നിനക്ക് ബർക്കത്ത് ലഭിക്കണമെങ്കിലോ നിന്റെ ഭർത്താവിന്റെ കൂടെ, നിന്റെ ഭർത്താവിന്റെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ നിനക്ക് ജീവിക്കാൻ കഴിയണമെങ്കിലോ, നിന്റെ കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് അല്ലാഹ് തരണമെങ്കിലോ നീ അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ. മാത്രമല്ല നിന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ, ഭർത്താവിന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരെ നന്നായിട്ട് സ്നേഹിക്കാൻ നീ പഠിക്കണമല്ലോ റബ്ബേ. അതേപോലെ തന്നെ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയോ ഭർത്താവിന്റെ സഹോദരങ്ങളും സഹോദരിമാരും തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന പുതിയൊരു പെണ്ണിനെ നല്ല രീതിയിൽ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നല്ല മനസ്സ് തരണേ അല്ലാ. ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ ജീവിക്കുമ്പോ അതുകൊണ്ട് എന്റെ ഉമ്മ ഒരാളെയും കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്, ഒരാളെയും കൈ കൊണ്ട് വേദനിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. അങ്ങനത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ സ്വർഗീയ അവകാശിയല്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലേക്ക് മനുഷ്യരായ നമ്മൾ സൃഷ്ടിച്ചപ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് ഒരുപാട് നല്ല വഴികളിലൂടെ കടത്തിവിട്ട് റബ്ബേ പടച്ചുറപ്പ് നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു അല്ലെ. എല്ലാം നമുക്ക് തന്നിട്ട് നമ്മൾ ഇരു കരങ്ങൾ നീട്ടിട്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഹൃദയാന്തരത്തിൽ പടച്ചുറപ്പിനെ ഒന്ന് ഓർക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിനെ ഒന്ന് ഓർക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്, നമ്മുടെ വീടിന്റെ പരിസരം നമ്മൾ എപ്പോഴും വൃത്തിയാക്കാറില്ലേ അല്ലെ? നമ്മുടെ വീട് തുടക്കും, അടിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഓരോ ദിവസവും നമ്മളത് വൃത്തിയാക്കിയെടുക്കും. എന്നാ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം അത് മലീമസമല്ലേ? നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത് എല്ലാം പാപങ്ങളാ. ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ ആ പാപങ്ങളൊന്ന് കഴുകി കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാൻ നമുക്ക് മനസ്സ് വന്നിട്ടുണ്ടോ? ആലോചിക്കുക, നമുക്ക് അതിന്റെ മനസ്സ് വന്നിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവർ, അതിന് നമുക്ക് മനസ്സ് വരണം. അപ്പോഴാണ് നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ കഴിയാം.
അപ്പോഴാണ് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപമാ, കാത് കൊണ്ട് കേൾക്കുന്നത് പാപമാ. പാപത്തിന്റെ വഴികളിലൂടെ മുഴുവനും നമ്മുടെ ഹൃദയത്തിന്റെ മേഖലകൾ, നമ്മുടെ ശരീരത്തിന്റെ മേഖലകൾ, നമ്മുടെ ചിന്തയുടെ മേഖലകൾ കടത്തിവിട്ടിട്ട് ആ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ സ്വീകരിച്ചിട്ട് പടച്ചവൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്തിട്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ സുഖസുന്ദരമായിട്ട് നമ്മൾ ജീവിക്കാം. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ പടച്ച റബ്ബിന് എത്രത്തോളം വിഷമമുണ്ടാകും തന്റെ അടിമ ഇന്നിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ആ പടച്ച റബ്ബ് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന് അതെല്ലാം സ്വീകരിക്കുക. ആ പടച്ച റബ്ബിനെ ഓർക്കാനുള്ള മനസ്സ് പോലും നമുക്കില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കഷ്ടത്തിലാണ്.